Hi, welcome to Nisha's Dreams. ഇന്നത്തെ പരിപാടി ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞ് കിച്ചൺ ആകെ താറുമാറായിരിക്കുകയാണ്. പാത്രങ്ങളൊന്നും തന്നെ കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓർഗനൈസ് ചെയ്താലേ ശരിയാവുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെങ്കിൽ പരിപാടിയാണ്. അപ്പം മുരളിയേട്ടൻ ചെയ്യാവുന്ന ഏരിയയൊക്കെ മുരളിയേട്ടനെ ഏൽപ്പിച്ചു. ഇത് ഞങ്ങളുടെ ബേക്കറി സെക്ഷനാണ്. അതൊക്കെ മുരളിയേട്ടന് തന്നെ ചെയ്യാവുന്നുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് മുരളിയേട്ടനാണ് അവിടെയൊക്കെ അറേഞ്ച് ചെയ്യാറ്. മുരളിയേട്ടൻ ഇടയ്ക്ക് വന്ന് എടുക്കുന്ന സ്ഥലമാണല്ലോ. പാത്രങ്ങളൊക്കെ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പം അത് ലാഡറിൻ്റെ പുറത്ത് കയറി നിന്ന് ഉള്ളിടം ചെയ്യുവാണ്. അപ്പോൾ ആദ്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ. അതിൽ ഓൾ എന്നുള്ളതാണോ ഇനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓൾ എന്നുള്ളതാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിൽ പേഴ്സണലൈസ്ഡ് ഒക്കെ ആണെങ്കിൽ ചില വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ആണോ ഓൾ എന്നാണോ ഉള്ള ഇനേബിൾ എന്നൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ മുരിങ്ങയില നന്നാക്കൽ പരിപാടി, ഇത് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അവിടെ നിന്നുള്ള മുരിങ്ങയിലയാണ്. മുരിങ്ങയില നന്നാക്കൽ പരിപാടി പതുക്കെ തുടങ്ങണം. ഇന്ന് ഞാനൊരു മുരിങ്ങയില മുട്ടത്തോരനും മുരിങ്ങയില കറിയും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. ബേക്കറിക്കകത്ത് ഇങ്ങനെ അകത്തുനിന്ന് അണ്ടർഗ്രൗണ്ടിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ ഉള്ളിടൽ ഇടയ്ക്ക് തപ്പിയെടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്ക് ഇങ്ങനെ പുറയിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കാണാതെ കുറേ കുപ്പിക്കകത്ത് ഇങ്ങനെ തണുത്ത് അടച്ചു വെച്ചിട്ട് കപ്പലണ്ടി ഉപ്പേരിയൊക്കെ ഇങ്ങനെ തണുത്ത് പോകും. കുറേ നാൾ ബാക്കിലൊക്കെ പോയി. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ നല്ലതാണ്. എന്നാലും നമ്മൾ സാധനങ്ങളൊക്കെ എന്താണ് ബാക്കിൽ പോയതൊക്കെ അറിയത്തുള്ളൂ. എന്നിട്ട് മണപ്പിച്ചൊക്കെ ചെക്ക് ചെയ്ത് എന്തോ സാധനങ്ങളെന്ന്. അപ്പം അതെല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി നീറ്റായിട്ട് ഉപ്പ് സാധനങ്ങളെല്ലാം ഒരു സൈഡിലും മധുരം സാധനങ്ങളെല്ലാം മറ്റേ സൈഡിലും എന്നൊക്കെ മുരളിയേട്ടൻ തന്നെ അറിയിച്ചിട്ട് ഞാൻ പോയി അത് വൃത്തിയേടാക്കരുത് എന്ന് തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇതെന്ന് പറയുന്ന ഈ ഡ്രോയർ ഒരു ഹെവി ഡ്യൂട്ടി ഡ്രോയറാണ്. ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് ബേക്കിംഗ് സാധനങ്ങൾ, ബേക്കിംഗ് ആക്സസറീസ്, അതിൻ്റെ കട്ടിംഗ് ബോർഡ്, പിന്നെ ഒരു സാൻഡ്വിച്ച് മേക്കർ, ഉണ്ണിയപ്പച്ചട്ടി, അതൊക്കെയാണ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് കൊള്ളുന്ന ഒരു ഡ്രോയറാണ്. അവർ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഹെവി ഡ്യൂട്ടി ഡ്രോയർ എന്നാണ് പറഞ്ഞത്. അപ്പം അതിനകത്ത് അത്യാവശ്യം നല്ല സാധനങ്ങളും കയറും കേട്ടോ. അപ്പം അതെല്ലാം പുറത്തിട്ട് പിന്നെ എൻ്റെ കിച്ചൺ ടവൽസൊക്കെ ഇതിൻ്റെ പുറത്താണ് അടുക്കി സൈഡിൽ വെച്ചേക്കുന്നത്. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ കയറും കേട്ടോ. അപ്പം അതെല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചേക്കുമല്ല വെക്കുന്ന പരിപാടിയാണ്. അപ്പം ഈ 2 സെക്ഷൻസാണ് ഞാൻ മുരളിയേട്ടനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ചെന്നു, കാരണം എനിക്കും കൂടെ വല്ലപ്പോഴും എടുക്കേണ്ട സ്ഥലമാണല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഇടയ്ക്കൊന്ന് ചെന്നു, അത്രേ ഉള്ളൂ. മുരളിയേട്ടൻ പറയുന്നത് ഞാനൊന്ന് ഒരു സാധനം എടുത്താൽ ഞാനിങ്ങനെ ഉഴപ്പിയെടുക്കും, ഞാനെല്ലാം വൃത്തിയേടാക്കുന്നത് മുരളിയേട്ടൻ പറയുന്നത്. ശരി കേട്ടോ. ഞാൻ തുണിക്കബോർഡും ഒക്കെ ഞാനിങ്ങനെ ഒന്ന് എടുക്കാൻ പോയാൽ ചിലപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പോയി വൃത്തിയേടാക്കാറുണ്ട്. മുരിങ്ങയില നന്നാക്കൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ടയേർഡായി. കാരണം ഭയങ്കര ചൂടും കൂടല്ലേ. ഇപ്പോഴത്തെ ചൂട് കാരണം തന്നെ ഒരു രക്ഷയില്ല. നമ്മുടെ സ്കിന്നിനൊക്കെ തന്നെ ഭയങ്കര ഡള്ളായിട്ട്, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഈ വെയിലത്ത് എൻ്റെ സ്കിൻ അങ്ങനെ ഒരു സൺ റിഫ്ലക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഫേസ് നല്ല ഡള്ളായിട്ടായിരിക്കുന്നത്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. മമാഎർത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് റേഞ്ചാണ്. ഇതെന്ന് പറയുന്നത് റൈസ് ഫേസ് വാഷും വരുന്നുണ്ട്, റൈസ് സൺസ്ക്രീൻ ജെല്ലും വരുന്നുണ്ട്. റൈസ് ഫേസ് വാഷിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഇതിന് രണ്ടിനകത്തെയും മെയിൻ ഇൻഗ്രീഡിയൻസ് റൈസും നിയാസിനമൈഡുമാണ് കേട്ടോ. റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ഗ്ലാസ് ലൈക്ക് സ്കിൻ തരും. പിന്നെ നിയാസിനമൈഡാണ് ഡെഡ് സ്കിൻ സെൽസൊക്കെ മാറ്റി ഓപ്പൺ പോറൊക്കെ മിനിമൈസ് ചെയ്ത് നല്ലൊരു ഫ്രഷും ഹെൽത്തിയർ ലുക്കും ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്ത് ഒരു ഹെൽത്തിയർ ഗ്ലോയിങ് സ്കിന്നാണ് തരുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 1 മിനിറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖത്ത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. നല്ല ക്ലിയർ പ്ലംബി സോഫ്റ്റ് സ്കിന്നായിട്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് റൈസ് സൺസ്ക്രീൻ ജെൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് UV A&B പ്രൊട്ടക്ഷനും SPF 50 ആൻഡ് PA+++ പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ ഇതിനകത്ത് റൈസും നിയാസിനമൈഡുമാണ് ഇൻഗ്രീഡിയൻസ് മെയിനായിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റും ഒട്ടും സ്റ്റിക്കിയും അല്ല കേട്ടോ. നമുക്കിങ്ങനെ ഒട്ടലൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ സാധാരണ ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ ഇങ്ങനെ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കാറില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ വെള്ളം പൂശിയതുപോലെ ഇരിക്കത്തൊന്നുമില്ല. ഈ റൈസ് ഫേസ് റേഞ്ച് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടോക്സിൻസ്, പാരാബൻസും ഹാർംഫുൾ കെമിക്കൽസും ഒന്നുമില്ല. നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ ഒട്ടും പേടിക്കേണ്ട. ഈ റൈസ് ഫേസ് റേഞ്ച് ഒരു 7 ദിവസം അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വന്ന ചേഞ്ചസ് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ മമാഎർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും
കെമിക്കൽ ഫ്രീ ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അവരെല്ലാ പ്രോഡക്ട്സിലും യൂസ് ചെയ്യുന്നത്. MamaEarthന്റെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല നിങ്ങളുടെ അടുത്തുള്ള ഓരോരോ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഒത്തിരി പേരെ എന്നെ അറിയിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ വഴി കൂടെ പോകുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ MamaEarthന്റെ പ്രോഡക്ട്സിന് മാത്രമായിട്ട് ഓരോ കൗണ്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും നിന്ന് മേടിക്കാവുന്നതാണ്. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ നിങ്ങൾ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡർ അവർ പ്ലാൻ ചെയ്യുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു തൈകളിലോട്ടായിരിക്കും ലിങ്ക് ചെയ്യുക. അത്ര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് MamaEarthന്റെ ഓരോ പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം 2025 ആകുമ്പോൾ ഒത്തിരി എത്രയോ മില്യൺ ട്രീസാണ് അവർ എയിം ചെയ്യുന്നത് തന്നെ. അപ്പം അവരുടെ പ്രോഡക്ട്സ് അത്രയും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ഒരു കെമിക്കൽസും ആർട്ടിഫിഷ്യൽ പ്രോഡക്ട്സും ഒന്നും തന്നെ അവരുടെ ഇൻഗ്രീഡിയൻസിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഡ്രീം 2023 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ പ്രോഡക്ട്സ് വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് 20% ഡിസ്കൗണ്ട് കിട്ടും. അല്ലാതെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നിട്ട് ഞാൻ കഴുകി വെച്ചിരുന്ന മുരിങ്ങയില ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെറുപരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ പരിപ്പ് ചെറിയ തീയിലൊന്നിട്ട് വറുത്തെടുക്കുക. അതേ സെയിം സമയം ഞാൻ മുരിങ്ങയില തോരൻ, അത് മുരിങ്ങയില മുട്ട തോരനാണ്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് 2 മുട്ട ഞാനൊന്ന് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് ഒന്ന് ഒഴിച്ചു. മുരിങ്ങയില കറി ആക്ച്വലി എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് ഈ മുരിങ്ങയില മുട്ട തോരനാണ് ഇഷ്ടം. അപ്പം മുരളിയേട്ടനാണ് മുരിങ്ങയില കറി, എനിക്ക് തോരനുമാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്. മുട്ട ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഒന്ന് ചിക്കി എടുത്തിട്ട് മുരിങ്ങയില ഇട്ടു, കുറച്ചിട്ടു. പിന്നെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ, ജീരകം, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഞാനൊരു 2 ചുവന്നുള്ളിയും കൂടി ഇടും. ഞാൻ അരപ്പും ഈ ഇലയും കൂടെ ഒരുമിച്ചിടുന്നു, കാരണം മുരിങ്ങയില ഒത്തിരി വെന്താൽ അതിൻ്റെ ഗുണമൊക്കെ പോകുമല്ലോ. അപ്പോൾ 2 കൂടെ ഒരുമിച്ചിട്ടു. അതൊന്ന് ഇളക്കി ഓഫ് ചെയ്തോട്ട് 2-3 മിനിറ്റ് ഞാൻ മുരിങ്ങയില ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാനായിട്ട് വെക്കും. പിന്നെ ആ സമയത്ത് ഇവിടെ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തോട്ടും ആ അരപ്പും മുരിങ്ങയിലയും കൂടെ ചേർത്ത്, ഇതിൻ്റെ കറിയുടെ അരപ്പെന്ന് പറയുന്നത് വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം സെയിം തന്നെ അരപ്പ് കേട്ടോ. ഇത് നന്നായിട്ട് അരയണം, മറ്റേ തോരൻ അധികം അരയണ്ട, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാത്തിലും സെയിം അരപ്പ് തന്നെയാണ് ചേർത്തത്. ഇതിന് വെളുത്തുള്ളി കുറവാണ് കേട്ടോ കറിക്ക്. അപ്പോൾ അതെല്ലാം കൂടെ റെഡിയാക്കി ഞാൻ ആ സമയത്ത് ഒരു അച്ചിങ്ങ പയറുതോരൻ കൂടെ ഉണ്ടാക്കിയായിരുന്നേ. പിന്നെ അടുക്കൽ പരിപാടി തുടങ്ങി. ഇപ്പുറത്തെ സൈഡ് പാത്രങ്ങൾ എടുക്കാനായിട്ട് അത് ഞാൻ തന്നെ ചെയ്യണമല്ലോ. ഈ സൈഡ് വലിയ വൃത്തികേടായിട്ടില്ലായിരുന്നു കേട്ടോ, അപ്പോൾ അത് വേഗം കഴിഞ്ഞായിരുന്നു. ഇപ്പുറത്തെ വശമാണ് ഭയങ്കര പാടായി പോയത്, കാരണം ഞാൻ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ കൂടുതലും അവിടെയാണ്. മറ്റിടത്ത് പ്രഷർ കുക്കറൊക്കെ ആയിട്ട് വലിയ വൃത്തികേടായിട്ടില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ എൻ്റെ സ്റ്റാൻഡിനകത്ത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അതൊന്നും എവിടെയാണെന്ന് തന്നെ കാണുന്നില്ലായിരുന്നു. പിന്നെ അകത്തോട്ട് കുറേ പാത്രങ്ങളുണ്ട്. ഞാൻ ഈ സ്റ്റാൻഡ് എടുത്തപ്പോൾ ആ സ്റ്റാൻഡൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കും, അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ ആമസോൺ UAE നിന്ന് മേടിച്ച സ്റ്റാൻഡ്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എളുപ്പമാണ്. ഈ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ അടുക്കി വെക്കാനായിട്ട്. ഇത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും വെക്കാം, ഹൊറിസോണ്ടലായിട്ടും വെക്കാം. ഞാനിങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചേക്കുന്നത്. ഇവിടെ വെർട്ടിക്കലായിട്ട് നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതേപോലെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്, അല്ലെങ്കിൽ ഒത്തിരി സ്പേസ് പോകത്തില്ലേ. പിന്നെ ഞാൻ സൈഡിൽ ഇതേപോലെ വേറൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്തോട്ട് ഈ അടപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെറുതെ ഒന്നും യൂസ് ഇല്ലാതെ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ച് അടപ്പുകളൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിലോട്ട് ആ കോർണർ സൈഡിലോട്ട് വലിയ പാത്രങ്ങളൊക്കെ അധികം എപ്പോഴും എടുക്കാത്ത കുറച്ച് പാത്രങ്ങൾ അകത്തോട്ടൊക്കെ അങ്ങ് കയറ്റി വെച്ചു. അവിടെ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് പണിയായിപ്പോയി. ഞാൻ അത്യാവശ്യം നന്നായിട്ടേക്ക് കുനിഞ്ഞൊക്കെ പണിയെടുത്തപ്പോഴത്തേക്കും കുറച്ച് ടയർഡായി. പിന്നെ ചട്ടികളൊക്കെ അടിയിലാണ് വെച്ചത്. ചട്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഞാനന്ന് ഹോം സെൻറ്ററിൽ ഇത് മേടിച്ചില്ലേ, ടീ, കോഫി, സോൾട്ട്, ഷുഗർ ഇടാനായിട്ടുള്ള ജാറുകൾ, അതിനകത്തോട്ട് അതെല്ലാം ഇട്ട് വെക്കാനായിട്ട് അതെല്ലാം ആ പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. ഞാനിത് ഉപ്പ് ഇട്ടിരിക്കുന്ന സംഭവം ഞാൻ UAE നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് വെച്ചേക്ക് ഇതിൻ്റെ മിക്കതിൻ്റെ അടപ്പിങ്ങനെ പൊട്ടി തുടങ്ങി. ആ ഭാഗം പ്ലാസ്റ്റിക്കാണ്, കുറച്ച് ഭാഗം മാത്രം. ജാറ് ഗ്ലാസ് അടപ്പിൻ്റെ കുറച്ച്, അപ്പോൾ അതെല്ലാം പൊട്ടിയിട്ട് അതിനകത്തോട്ട് വീഴാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് 1-2 ജാറ് മാത്രം നല്ലത് മാത്രം സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ കളയുക. എന്തെങ്കിലും കളയുകയല്ല, ചിലത് ഞാൻ ഗ്ലാസ് മാത്രമായിട്ട് വെച്ച് എന്തെങ്കിലും ചെടിയോ എന്തെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ മുകളിൽ ഇങ്ങനെ പേരെഴുതി വെക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇത് മുകളിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പം അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മുകളിൽ വശത്ത് പേരെഴുതി വെച്ചാൽ തുറക്കുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് സൈഡിൽ കൂടെ ഒക്കെ നോക്കേണ്ടി വരും. വുഡൻ സ്പൂണാണ് ഇട്ട് വെക്കുന്നത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് മേടിച്ചതാണ്.
കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ബോക്സാന്ന് തോന്നുന്നു, കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ടീ ബാഗ് അതിനകത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഗ്രീൻ ടീയുടെയും മറ്റേതിൻ്റെയൊക്കെ ടീ ബാഗ് ഇതിനകത്തിട്ട് വെക്കാം. അപ്പോൾ ഒരു രസമല്ലേ കാണാൻ. വെറുതെ ഇങ്ങനത്തെ അതിൻ്റെ തന്നെ ബോക്സിൽ ഇരിക്കുന്നതിനേക്കാളും ഇതിനകത്തിട്ട് വെക്കുന്നത്, കാരണം ഒരു പ്രയോജനമില്ലാതെ ആ ബോക്സ് അവിടെ ഇരിക്കുന്നു. ഞാനങ്ങനെ വെറുതെ വേറെ സാധനങ്ങൾ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന ബോക്സാണ്. ഞാൻ അങ്ങനെ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പണ്ടാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് വിചാരിച്ചു അതൊക്കെ ഇട്ട് വെക്കാം എന്ന് വെച്ചിട്ട് അതൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ അത് അതിനകത്തിട്ട് വെച്ചു. താഴെയെല്ലാം എണ്ണ ഓയിൽ ബോട്ടിൽസാണ് കേട്ടോ. റീഫിൽ ചെയ്തതെല്ലാം മുകളിൽ ചെറിയ ചെറിയ ബോട്ടിൽസാണ്. ഇത് മേടിക്കുമ്പോൾ വെക്കുന്നതാണ്. ഇത് ഞാനന്ന് ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. ഇങ്ങനെ ഹോട്ട് പ്ലേറ്റ് വെക്കാനുള്ള, പിന്നെ കിച്ചൺ ടവൽസും ഒക്കെ അതുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. മേടിച്ച സാധനങ്ങൾ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് വെക്കുന്ന ബോട്ടിൽ അതെല്ലാം അറേഞ്ച് ചെയ്യൽ പരിപാടിയാണ് അടുത്ത്. മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാമല്ലോ. അപ്പോഴത്തേക്കും തന്നെ ഞാൻ നല്ല ടയേർഡായി. അത് ഒറ്റയടിക്ക് ചെയ്താൽ പിന്നെ അങ്ങ് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കിച്ചൺ ടവൽസ് 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു, ഒരെണ്ണം അങ്ങ് മാറ്റി വെച്ചു. ഞാൻ ഈ വാഷ് ബേസിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ തൂക്കുന്നത്. അപ്പം ജസ്റ്റ് നനഞ്ഞ കൈ വെച്ചത് തുറക്കാനും എപ്പോഴും വെള്ളം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തൂക്കുന്നത്. ഈസ്റ്ററിൻ്റെ തലേന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിറ്റേന്ന് ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് എല്ലാവരും ചേച്ചിയും ഒക്കെ അവിടെയായിരുന്നു. കാരണം അവിടെ ഇപ്പം നിൽക്കുന്ന ആൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അസൽ ഫുഡായിരുന്നു അവിടെ നിന്ന്. ഈസ്റ്റർ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി വിഷുവിന് എല്ലാവരുമായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അവിടെ പോകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.